ഇതിൽ DPC ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 1-2 കെമിക്കൽ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ ചെറിയൊരു കളറുണ്ട് കേട്ടോ അതിന്. ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വീടിൻ്റെ ബെൽറ്റ് വരെ ആയിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഇവിടെ നമുക്ക് കറണ്ട് കിട്ടി, അതേപോലെ തന്നെ മോട്ടറും വെച്ച് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബെൽറ്റ് അടിക്കാൻ വേണ്ടി ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത്. ഇത് രണ്ടും ആയതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മൾ ബെൽറ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. ഇപ്പം ബെൽറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടള വെച്ചിട്ട് കല്ല് കെട്ടുക എന്നുള്ളതാണ്. അപ്പോൾ കട്ടള വയ്ക്കുന്നതിനും കല്ല് കെട്ടുന്നതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ ബെൽറ്റിൽ DPC ചെയ്യുന്നുണ്ട്. DPC എന്ന് പറയുമ്പം ഡാം പ്രൂഫ് കോഴ്സാണ്. അതായത് മിക്കുള്ള വീടുകളിൽ നിങ്ങൾ കണ്ടു കാണും, ചെവരിലൊക്കെ ഈർപ്പം പിടിച്ചിട്ട് പുട്ടിയും പെയിൻറ്റൊക്കെ ഇളകി പോകുക, അതേപോലെ തന്നെ തേപ്പ് ഒരുമാതിരി ഉപ്പ് പോലെ ഇങ്ങനെ പൊടിഞ്ഞു വരിക, അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ അത് ഒരു പരിധി വരെ, അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 1-2 കെമിക്കൽ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കെമിക്കൽ കാണിക്കാനുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പലർക്കും അറിയായിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് കുറച്ച് ലാഭം നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ വീടിൻ്റെ മെയിൻ്റനൻസിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ക്യാഷും കാര്യങ്ങളൊക്കെ ചിലവാക്കേണ്ടി വരും. അപ്പം ഇപ്പം നമുക്ക് ഒരു ചെറിയ എമൗണ്ടിൽ തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മാക്സിമം വീഡിയോ വയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഈ വക കെമിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ കല്ലും കാര്യങ്ങളൊക്കെ കെട്ടാവുള്ളൂ കേട്ടോ. കാരണം കല്ല് കെട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സംഭവം ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, സൈക്കോസിലും അതേപോലെ തന്നെ സൈക്കോ പ്രൈമും. ഇതെന്തോ നാനോ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. ഒരു 2 mm വരെയൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ബെൽറ്റിനകത്തോട്ട് പെനിട്രേറ്റ് ചെയ്ത് പോയിട്ട് അതിൻ്റെ മേലൊരു കോട്ടിംഗ് ആയിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുവഴി വെള്ളം താഴോട്ടോ മേളിലോട്ടോ പോകാതിരിക്കാനുള്ളൊരു കോട്ടിംഗ് ആയിട്ട് ഇത് ആക്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് സൈക്കോസില് 1 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ സൈക്കോ പ്രൈം 2 ലിറ്റർ വേണം മിക്സ് ചെയ്യാൻ കേട്ടോ. ഇത് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് 20 ലിറ്റർ വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അടിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു ഫൗണ്ടേഷൻ ആയതുകൊണ്ട് സൈക്കോസിൽ ഒരു 1 ലിറ്റർ മതിയാവും, അതേപോലെ തന്നെ സൈക്കോ പ്രൈം ഒരു 2 ലിറ്റർ മതിയാവും. ഇതിൻ്റെ ഒരു ബോട്ടിലും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യുന്ന ഒരു രീതി കാണിച്ചു തരാം കേട്ടോ. സൈക്കോസിൽ ഇതാണ് നമ്മുടെ മെയിൻ മെറ്റീരിയൽ. ഇത് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഒരുവിധം ബെറ്റർ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണിത്. ആ ചെറിയൊരു കളറുണ്ട് കേട്ടോ അതിന്. അതേപോലെ തന്നെ ഇനി അതിൻ്റെ ഫ്രെയിമാണ്, ഇതാണ് അതിനെ ബോണ്ട് ചെയ്യുന്ന സംഭവം. അപ്പോൾ ഇത് 2 ലിറ്റർ വേണം. വൈറ്റ് കളറാണ്. അത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൊല്യൂഷൻ മൊത്തത്തിൽ വൈറ്റ് കളറായി കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു കളറെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സാധാ പെയിൻറ്റിങ് ബ്രഷിൽ ചുമ്മാ നമ്മുടെ ബെൽറ്റിൻ്റെ മേളിൽ തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന എവിടെ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ വേറെ പണിക്കാർ കാര്യങ്ങളൊന്നും വിളിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഫുള്ള് അടിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 20 ലിറ്റർ സൊല്യൂഷൻ ഉണ്ടാക്കിയെങ്കിലും അതിൽ കുറേയൊക്കെ ബാക്കി വന്നു കേട്ടോ. ആ ബാക്കി വന്ന് നമ്മൾ ഒരു റൗണ്ടും കൂടെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതിപ്പം 24 മണിക്കൂർ ഇങ്ങനെ ഇട്ടേക്കണമെന്നാണ്. കഴിഞ്ഞിട്ട് മാത്രമേ ഇതിന് മേളിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മൊത്തത്തിൽ നമ്മുടെ ബെൽറ്റിനകത്തോട്ടൊക്കെ പെനിട്രേറ്റ് ചെയ്ത് അതിന് മേളിലൊരു കോട്ടിംഗ് ആയിട്ട് ഫോം ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് 24 മണിക്കൂർ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് നമ്മളിത് മൊത്തം അടിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ഒടുക്കത്തെ വെയിൽ, 10 മണി ആയിട്ടേ ഉള്ളൂ. ഭയങ്കര ചൂടും കാര്യങ്ങളും. ഞാൻ മാത്രമല്ല കേട്ടോ, വേറൊരു പണിക്കാരനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്തായാലും വീട് പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാം പ്രൂഫും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അടിക്കാൻ നോക്കണം കേട്ടോ. ഇതിപ്പം പിന്നീടൊരു സമയത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ചിലവുകളും കാര്യങ്ങളൊക്കെ വരും. ഇത് ഒന്ന് മാറ്റിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട് അത് കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് മിക്സ് ചെയ്യുന്ന കറക്റ്റ് റേഷ്യോയിൽ തന്നെ ആയിരിക്കണം. സൈക്കോസിൽ ഒരു ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈം 2 ലിറ്ററും അതേപോലെ തന്നെ വെള്ളം 20 ലിറ്ററും ആയിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ മേളിൽ നാളെ വിറ്റ്ഫിക്സിൻ്റെ ഒരു കോട്ടിങ് കൂടെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.